ഹലോ, ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ആധുനിക ജീവിതത്തിൻ്റെ സങ്കീർണതകളിലൂടെ സ്ത്രീകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഓരോരുത്തരുടേതായ ഓരോ തരത്തിലുള്ള പ്രത്യേക വ്യത്യസ്തമായിരിക്കും അവരുടെ ഓരോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹപ്രായത്തിലുള്ള പല സ്ത്രീകളും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം രഹസ്യമാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്ന, അംഗീകരിക്കുക, അതുപോലെ തന്നെ ആരോഗ്യവും സംതൃപ്തവുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന വിവാഹപ്രായത്തിലുള്ള സ്ത്രീകൾ വളരെയേറെ ആഗ്രഹിച്ച് എന്നാൽ ആരോടും പറയാതെ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രീഡത്തിനായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ കരിയർ. അപ്പോൾ വിവാഹം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിവാഹത്തിലുപരി അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ ഒരു വിവാഹ ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരും എന്നുള്ളതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. അപ്പോൾ ഈ ഒരു ധാരണയെ തിരുത്തേണ്ടത് മറ്റുള്ളവരാണ്. അപ്പോൾ അവർ മനസ്സിൽ രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് അവരിത് ഷെയർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അപ്പോൾ അവരുടെ ഫ്രീഡത്തെയും അതുപോലെ തന്നെ കരിയറിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിലായിട്ടുള്ള ഒരു വിവാഹ ബന്ധമായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അവരുടെ മനസ്സിലുള്ള മറ്റുള്ളവർ പറയാത്ത രഹസ്യമായിരിക്കും അത്. അപ്പോൾ അതിന് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിന് അടിത്തറ കിട്ടുന്നതിന് സാധിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള സാമൂഹികമായിട്ടുള്ള പ്രതീക്ഷകൾക്കും റൊമാൻറ്റിക് സങ്കല്പങ്ങൾക്കും അപ്പുറം സ്ത്രീകൾ ആഴത്തിലുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളും ധാരണകളും ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുകയും അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ ചെറിയ വിജയങ്ങളിൽ അത് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊരിക്കലും തുറന്നു പറയില്ല. തങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പങ്കാളിയാണ് ആഗ്രഹം എന്നവർ തുറന്നു പറയില്ല. പരസ്യമായി സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ളൊരു പങ്കാളിയായിട്ടുള്ള അങ്ങനെയായിട്ടുള്ള സാധ്യതകളെ ആയിരിക്കും പല സ്ത്രീകൾക്കും അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നത്, വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആജീവനാന്ത പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് പ്രായത്തിലുള്ള സ്ത്രീകൾ അവരുടെ ബന്ധങ്ങൾ ബഹുമാനത്തിനും തുല്യതയ്ക്കും വേണ്ടി കൊതിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അതിരുകളെ ബഹുമാനിക്കുന്ന, പരസ്പര ബഹുമാനത്തിൻ്റെയും നീതിയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു ബന്ധത്തിനായിരിക്കും അവരെ ആഗ്രഹിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉത്തരവാദിത്തങ്ങളിൽ വ്യക്തമായിട്ടുള്ള സംഭാവനകൾ ചെയ്യുന്നതുമായിട്ടുള്ള തുല്യ പ്രാധാന്യമുള്ള പങ്കാളിത്തത്തിനായിരിക്കും എപ്പോഴും അവരാഗ്രഹിക്കുന്നത്. ഒട്ടുമിക്ക ഇതും കാണുന്ന ഒരു കാഴ്ചയാണ് വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ പരിസമാപ്തിയല്ല, മറിച്ച് അവളുടെ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള അധ്യായമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. പല സ്ത്രീകളും തങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും അവരുടെ അതായത് അവരുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു പങ്കാളിയാണ് രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടേതായ ജോലിയിൽ ഉൾപ്പെട്ടാലും തുടർച്ചയായിട്ടുള്ള അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ അവരുടേതായ നിസ്സാര കാര്യങ്ങളിൽ പോലും ഇൻവോൾവഡ് ആകുന്ന ഒരു പങ്കാളിയെയാണ് അവരെ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിലെല്ലാറ്റിലും ഉപരിയായിട്ട് വിവാഹപ്രായത്തിലുള്ള സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അത്രയ്ക്കും നിരുപാധികമായിട്ടുള്ള സ്നേഹവും
പിന്തുണയും പങ്കാളിയിൽ നിന്ന് വേണമെന്നവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ന്യായവിധിയെ ഒട്ടും ഭയക്കാതെ തങ്ങളുടെ ആധികാരികമായിട്ടുള്ള വ്യക്തികളെ കഴിയുന്ന ഒരു ബന്ധമാണ് അവർ തേടുന്നത്. അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും വിജയിക്കുന്നിടത്താണ് ഏതൊരു ബന്ധവും നല്ല ശക്തമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിലെ വിജയങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും സ്നേഹിക്കപ്പെടുകയും പിന്തുണയ്ക്കപ്പെടുകയും ചെയ്യുന്നുള്ള കിട്ടുന്ന ഒരു ഉറപ്പ്, അതും അതുപോലെ തന്നെ നല്ല എന്താ പറയുക വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹ്യമായ സന്ദർഭങ്ങൾ സ്ത്രീകളുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധവും ഉറപ്പുമാണ് ഏതൊരു സ്ത്രീയും, നവപ്രായത്തിലുള്ള ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. പ്രായത്തിലുള്ള സ്ത്രീകളുടെ രഹസ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതുപോലെ വൈകാരികവും മാനസികമായിട്ടുള്ള അപേക്ഷയുള്ള ആവശ്യങ്ങളുടെ ഒരു വിശാലമായിട്ടുള്ള ഉൾപ്പെടുന്നതാണ്. ഈ ആഗ്രഹങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ വ്യക്തികൾക്കും സമൂഹത്തിനും പൊതുവെയുള്ള നിറവേറ്റുന്നതിനും തുല്യമായിട്ടുള്ള പങ്കാളിത്ത സ്ത്രീകൾക്ക് പിന്തുടരാൻ സാധിക്കുമെന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പുമാണ് അവർക്ക് വേണ്ടത്. അതുപോലെ തുറന്ന ആശയവിനിമയം, സഹാനുഭൂതിയും പരസ്പര ബഹുമാനം എന്നിവയിലൂടെ മാത്രമാണ് നല്ലൊരു ആഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ ആയിരിക്കാം ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയാം എനിക്ക് ഒട്ടും തന്നെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന്. വീണ്ടും ഒരാഴ്ചയായിട്ട് വലിയ കുഴപ്പമില്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പോയിട്ട് വീണ്ടും പഴയൊരവസ്ഥയിലേക്ക് തന്നെ വീണ്ടും വയ്യായിക കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റണില്ല. പക്ഷേ വീഡിയോ എടുക്കണേ, ഇപ്പോൾ എന്തിനാണ് കഷ്ടപ്പെട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഒട്ടും തന്നെ നല്ല രീതിയിലല്ല വീഡിയോ അവതരിപ്പിച്ചേക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.